റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് വേദന മാറാൻ ഏറ്റവും നല്ല ചികിത്സയാണ്. പല്ലിൻ്റെ വേദനകൾ മാറ്റാൻ ഏറ്റവും നല്ല ചികിത്സയിൽ ഒരെണ്ണമാണ്. ഇൻഫെക്ഷൻ മാറ്റാൻ നല്ലൊരു ചികിത്സയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്. ഇങ്ങനെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടറെ എങ്ങനെ തിരഞ്ഞെടുക്കാം, നല്ല ഡോക്ടറാണോ അല്ലയോ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാം. പല പ്രാവശ്യം നിങ്ങളെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി 3 പ്രാവശ്യം 4 പ്രാവശ്യം റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി, ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടി 3 പ്രാവശ്യം നടത്തുന്നുണ്ടെങ്കിൽ ആ ഡോക്ടറിൻ്റെ അടുക്ക് ഇനി പോകാതിരിക്കുകയാണ് നല്ലത്. കാരണം കാലം മാറിക്കഴിഞ്ഞു, നല്ല ചികിത്സകൾ ഇപ്പോൾ ലഭ്യമായി കഴിഞ്ഞു. അതുകൊണ്ട് 3-4 പ്രാവശ്യം നടന്ന് അല്ലെങ്കിൽ 1 മാസം 2 മാസം സമയം കൊണ്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കൂ എന്നുണ്ടെങ്കിൽ അവരുടെ ടെക്നോളജി മാറിക്കഴിഞ്ഞു. ആ ടെക്നോളജി മാറാത്തത് അവരിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് നല്ല ടെക്നോളജിയുള്ള നല്ല ഡോക്ടർമാരുടെ അടുക്കൽ പോകാം. ലേസർ ഉപയോഗിച്ച് ഇൻഫെക്ഷൻ മാറ്റാൻ സാധിക്കുന്ന നല്ല ഡോക്ടർമാരുണ്ട്. അതോടൊപ്പം തന്നെ റോട്ടറി ആയിട്ട് കൈ കൊണ്ട് പിരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ദയവ് ചെയ്ത് അങ്ങനെയുള്ള സമയമൊക്കെ കാലം മാറിക്കഴിഞ്ഞു. അപ്പോൾ മോട്ടറൈസ്ഡ് ആയിട്ട് കൃത്യമായിട്ട് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന നല്ല ഡോക്ടർമാർ വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ സിംഗിൾ സിറ്റിങ്ങോ മാക്സിമം 2 സിറ്റിങ്ങിലോ ചെയ്തു തരുന്ന നല്ല ഡോക്ടർമാരെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ നോക്കുക. നിങ്ങൾക്ക് റൂട്ട് കനാൽ ചെയ്യുമ്പോൾ വളരെയധികം വേദന എടുക്കുന്നുണ്ടെങ്കിൽ ദയവേദന ആ ഡോക്ടറിൻ്റെ അടുക്കായിട്ട് വീണ്ടും പോകാതിരിക്കുക. കാരണം വളരെയധികം വേദന എടുക്കുന്നുവെന്നുണ്ടെങ്കിൽ അവരുടെ അനസ്തെറ്റിക് സിസ്റ്റംസ് വളരെ തെറ്റായിട്ടുണ്ട്. അപ്പോൾ പല പ്രാവശ്യം കയറിയിട്ടും വേദന മാറുന്നില്ല എങ്കിൽ ആ ഡോക്ടറിനെയും മാറ്റുന്നത് നല്ലതാണ്. ഒരു എക്സ്പേർട്ടായിട്ടുള്ള റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ്, ഒരു എൻഡോഡോണ്ടിസ്റ്റ് മുതലായ ആളുകളെ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യിക്കുമ്പോൾ വളരെയധികം നന്നായിട്ട് വേദന മാനേജ് ചെയ്യാനും അതോടൊപ്പം തന്നെ പല്ലിൻ്റെ ഇൻഫെക്ഷൻ മാറ്റാനും സാധിക്കും. അങ്ങനെയുള്ളവരെ തന്നെ കാണുക. കാരണം അങ്ങനെ വരുമ്പോഴും പല്ലുകൾ വൃത്തിയായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിനെ ശരിയാക്കാൻ സാധിക്കും. ഇനി റൂട്ട് കനാലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ചില ഡോക്ടർമാർ പറയും ഇത് വളഞ്ഞ വേരാണ്, ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല, ഇത് ചെരിഞ്ഞ് കിടക്കുന്ന പല്ലാണ്, ഇത് ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പല്ല് പറിക്കുന്നതിന് മുമ്പ് തൊട്ടടുത്തുള്ള നല്ല ഒരു എൻഡോഡോണ്ടിസ്റ്റ് അല്ലെങ്കിൽ റൂട്ട് കനാൽ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണുക. അവരെ കൊണ്ട് ഇത് ചെയ്ത് ശരിയാക്കി എടുക്കാൻ സാധിക്കും. ഇനി ചില ആളുകൾ ഇത് കാണുമ്പോൾ തന്നെ പറയും അയ്യോ ഇതിന് വേര് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുമെന്ന് തോന്നില്ല, പിന്നെ ഒന്ന് ട്രൈ ചെയ്യാം. ദയവ് ചെയ്ത് ട്രൈ ചെയ്യാതെ നല്ലതായിട്ട് ഇത് ശരിയാക്കി എടുക്കാൻ സാധിക്കും. അവരുടെ കയ്യിൽ നല്ലതായിട്ടുള്ള എക്സ്റേ സംവിധാനങ്ങൾ ഇല്ലാത്തടത്ത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക. കാരണം എക്സ്റേ സംവിധാനം ഇല്ലാതെ ഇത് പല പ്രാവശ്യം നമുക്ക് ഇൻഫെക്ഷനൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഏതെല്ലാം കറക്റ്റായിട്ടാണോ ഇത് നമ്മൾ ഫയൽ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ മാറിയോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ എക്സ്റേ സംവിധാനം വേണം. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് തന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഇനി മാസത്തിലൊരിക്കലേ ഡോക്ടർ വരുന്നുള്ളൂ, അങ്ങനെ 3 മാസം വേണമെന്ന് പറയുകയാണെങ്കിൽ മാസത്തിലൊരിക്കൽ ഡോക്ടർ വരുന്നിടത്തും വന്നിട്ട് ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് 3 പ്രാവശ്യം കൊണ്ട് നടക്കുമ്പോഴത്തേക്കും 3 മാസം ആകുമ്പോഴത്തേക്കും പല്ലൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ മാസത്തിലൊരിക്കൽ വന്നിട്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഴ്ചയിലൊരിക്കലൊക്കെ ആണെങ്കിൽ അത് തീർന്നു പോകും. പക്ഷേ മാസത്തിലൊരിക്കലേ വരുന്നുള്ളൂ. ആ ഡോക്ടർ വരുമ്പോഴേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. 3 മാസം എടുക്കും ഇത് ശരിയാക്കാൻ പറ്റുമെന്ന് പറയുമ്പോഴും നിങ്ങൾ ദയവ് ചെയ്ത് അതിനേക്കാൾ നല്ലൊരു ഡോക്ടറുണ്ടോ എന്ന് നിങ്ങൾ നോക്കി അവിടെ ചികിത്സിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ചികിത്സകനെ തിരഞ്ഞെടുക്കാൻ സഹായിക്കും. അതുകൊണ്ട് നല്ലൊരു എൻഡോഡോണ്ടിസ്റ്റിനെ കൊണ്ട് റൂട്ട് കനാൽ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് റൂട്ട് കനാൽ ചെയ്താൽ വളരെ കാലം നിങ്ങളുടെ ഇൻഫെക്ഷൻ കൂടാതെ പല്ലുകളെയൊക്കെ ഭംഗിയാക്കാൻ സാധിക്കും. അതുകൊണ്ട് പല്ല് നന്നായിരുന്നാൽ, ആരോഗ്യം നന്നായിരുന്നാൽ നിങ്ങൾക്ക് നന്നായി ഭക്ഷണം കഴിക്കാൻ പറ്റും. നല്ല ഭക്ഷണം കഴിച്ചാൽ നല്ല ആരോഗ്യമുണ്ടാകും. നല്ല ആരോഗ്യം ഉണ്ടായാൽ നിങ്ങളുടെ ജീവിതം തന്നെ നന്നായിരിക്കും. കാരണം അല്ലെങ്കിൽ നല്ല ആരോഗ്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര സമ്പത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ സാധിക്കില്ല. ആരോഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതം ആസ്വാദ്യകരമാവുകയുള്ളൂ. അതുകൊണ്ട് നല്ല പല്ല് ഡോക്ടറെ കണ്ട് നല്ല ആരോഗ്യമുള്ള പല്ലുകളും നല്ല ആരോഗ്യമുള്ള ശരീരവും ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ പല്ല് ഡോക്ടറെ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.